സഹോദരങ്ങളെ, വളരെ നല്ല നല്ല കാര്യങ്ങളാണ് ഇന്ന് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. അതായത് നരേന്ദ്രമോദി സാമൂഹ്യക്കും കയ്യിൽ പിടിച്ചെറിഞ്ഞു എല്ലാവിധ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരും. നല്ല കാര്യം എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ പൊതുജനങ്ങളോടാണ്. അതായത് നരേന്ദ്രമോദി 15 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ എന്തു ചെയ്തു? അവിടുത്തെ ഗതി ഇപ്പോൾ എന്താണ് എന്ന് നരേന്ദ്രമോദിക്കൊന്ന് പറയാമോ? അല്ലെങ്കിൽ ഈ കേരളത്തിലെ BJP വലിയ ആള് ചന്ദ്രശേഖരന് പറയാമോ? നിങ്ങൾ പറയും. അതിൽ കൂടുതലൊന്നും നിങ്ങൾ വരുത്തത്തില്ലല്ലോ. ഏതായാലും ഗുജറാത്തിലെ പോലെ ഗതികൾ കേരളത്തിലില്ല. അപ്പോൾ ഇവിടെ ഇതിനെ അങ്ങ് ഉയർത്താം, വലിയ പരിപാടി ഒന്നിക്കാതെ ഉയർത്താം. എവിടെ ചന്ദ്രശേഖരൻ മോനെ, അത് മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പം ഈ രാഷ്ട്രീയ കളിയൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കെന്നല്ല, ഞാൻ ഓരോന്നും കണ്ടിരിക്കുക. ആരാണ് ശ്രീലേഖ IPS, അതിനു മുമ്പ് നമ്മുടെ CPM എതിരാളി എന്ന് പറഞ്ഞാൽ സുത്യർഹമായ പോലീസ് സേവനം ചെയ്ത ജേക്കബ് സാറിനെ ഒരു കോണി തട്ടി CPM എന്തെല്ലാം ദ്രോഹം, എന്തെല്ലാം നന്മകൾ ചെയ്ത് ആൾക്കാരെ ദ്രോഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാമോ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വന്ന് അതൊന്നും ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നിങ്ങളുടെ ഈടിയും മറ്റേതും ഒക്കെ ഉണ്ട്. ആരും ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പൊ ശബരിമലന് ഈടി വന്നിട്ടുണ്ട്. അത് BJP കഞ്ഞെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടന്നു എന്നുള്ളതിന് ആരെ ശിക്ഷിക്കണം, ആരെയൊക്കെ ശിക്ഷിക്കുമെന്നുള്ളത് അവർ തീരുമാനിക്കും. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ശബരിമലയൊക്കെ ആൾക്കാരായിട്ട്. അതിന് കേന്ദ്രത്തിൽ നിന്ന് ആരും വരണ്ട. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ഞാൻ പറയാം, ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളതായും ആര് ചെയ്തോ അവരെ കേരളത്തിൽ ശിക്ഷിച്ചില്ല എങ്കിൽ ഇനിയും കേരളത്തിൽ ഇപ്പൊ ശിക്ഷിക്കാൻ ആർക്കാ കഴിയുന്നത്? കോൺഗ്രസിന് കഴിയത്തില്ല, CPMന് കഴിയത്തില്ല. BJPയുടെ ഒരാളും ഈ ശബരിമലയുടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് വാഷ് ഔട്ടായി പോകുന്നുള്ളതാണ്. പക്ഷേ കോടതി സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നു. അവിടെയും ഒരു സമയത്ത് പ്രയോജനമില്ലാതെ വരും. കാരണം വടക്കേ ഇന്ത്യയിൽ പല ജഡ്ജിമാരെയും അവർ BJP ഭരണം പുറത്താക്കി. ഇവിടെയും എന്തുകൊണ്ടാണ് ലാവലിൻ കേസും നമ്മുടെ പിണറായിയുടെ മോടെ കരിമണൽ കർത്തയുടെ കേസുമൊക്കെ ഇപ്പോഴും തള്ളിത്തള്ളി നീങ്ങി പോകുന്നത്? രാഷ്ട്രീയ കളിയായത്. BJPയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ആ രഹസ്യ ബന്ധം, അതിൻ്റെ പേരിലാണ് ഇതെല്ലാം ഇപ്പോഴും മുന്നോട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. മകളെ, എത്ര കാലം ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആര് നിരൂപിച്ചാലും ഒന്നും നടക്കത്തില്ല. അത് സത്യസന്ധമായിട്ട് ലോകത്തെ വഞ്ചിച്ചാൽ, മനുഷ്യനെ വഞ്ചിച്ചാൽ, അതിന് എത്ര കള്ളം പറഞ്ഞ് ഏത് മതത്തിൽ പോയാലും അതിന് നിനക്ക് തിരിച്ചടി കിട്ടും. ഇതിപ്പം ഒന്നുമല്ല. ഇപ്പോൾ ഓരോരുത്തർ കൂരിഞ്ഞു നിന്നു പറയാം, ഞാൻ ഒന്ന് കണ്ടതേ ഉള്ളൂ. എന്തുവാ?
മറ്റേത് ഒരുത്തൻ പറഞ്ഞു എൻ്റെ മേശപ്പുറത്ത് പേപ്പർ വരും, ഞാനത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉള്ളത് അത് അങ്ങോട്ടങ്ങ് വിടുകയുള്ളൂ. പിന്നെ നീ എന്തിനാണ് കിഴങ്ങാവിട്ടിരിക്കുന്നത്? വരുന്ന പേപ്പർ വായിച്ചു നോക്കാതെ വിടാനാണോ? അങ്ങനെയാണ് നിൻ്റെ ആവശ്യം എന്താ? നീയൊക്കെ ഏതായാലും കൊള്ളാം. കേരളത്തിൻ്റെ നല്ല കാലം. രാഷ്ട്രീയത്തിലും മതത്തിലും മതി മക്കളെ ഇനി ജീവിതം. അതുകൊണ്ട് ആശ്വസിക്കണ്ട. രാഷ്ട്രീയത്തിലും മതത്തിലും ഇരുന്ന് സുഖിക്കാമെന്ന് ചിന്തിക്കണ്ട. സുഖിച്ചോളിൻ, സമയം കിട്ടുന്നുള്ള സമയം സുഖിച്ചോളിൻ. പക്ഷെങ്കിൽ ഒരു ദിവസം പിടി വീഴും. ആ പിടി ആര് നോക്കിയാലും വിടുവിക്കാനൊക്കത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. രാഷ്ട്രീയമാണേലും മതമാണേലും വടക്കേ ഇന്ത്യയൊക്കെ ഓരോ പാസ്റ്റർമാരെ ചാണം തിരിച്ചെന്ന് പറയുന്നു. ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതിൻ്റെ കാരണം എന്താണെന്ന്? ഇല്ല, ഇവിടുന്ന് ചിലയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ശരിയായിട്ട് പോയാൽ ആരും ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഈ വടക്കേന്ത്യ പോയി ആദിവാസികളുടെ അടുത്ത് താമസിച്ച് ഒന്നും അറിയാതാണ് അവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ ലഘുലേഖകൾ കൊടുത്തു കാണും, നിങ്ങൾ അവരുടെ വീടുകളിൽ പോയി കാണും. ഞങ്ങൾ ഹൗസ് വിസിറ്റ് ചെയ്യാം, അതിലൊക്കെ താമസിക്കില്ല, അതിൻ്റെ അപ്പുറത്ത് പോയതേ ഉള്ളൂ. എന്നാൽ അവിടെ നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചു മക്കളെ? നീയൊന്നും കള്ള കൈവരികളെ നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ അനുഭവിക്കേണ്ടതാ. ക്രിസ്തുവിൻ്റെ നാമം എടുത്ത് നീയൊക്കെ വയറ്റിപ്പഴപ്പ് നടത്താൻ ഉദ്ധരിക്കുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ അന്ത്യമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണെന്ന് വടക്കിൽ നടക്കുന്നത്. അതിനാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചില രാഷ്ട്രീയ പ്രേരിതം അത് നടക്കട്ടെ. അതിന് ഇവിടെ കേരളത്തിൽ നന്നാക്കാൻ വന്നിരിക്കുക ഓരോരുത്തരെ. വടക്കേ ഇന്ത്യയിൽ അവിടെ കിടന്നിട്ട് രാഹുൽ ഗാന്ധി വന്നിരിക്കുക. വടക്കേ ഇന്ത്യയിൽ അവരുടെ കുടുംബങ്ങൾ വടക്കേ ഇന്ത്യയിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത്. അവരും അവൻ്റെ സഹോദരി കൂടെ ഇപ്പം കേരളത്തിൽ വന്നിരിക്കുക. അതിന് കുറേ നല്ല നല്ല സപ്പോർട്ടർമാരുമുണ്ട്. വേണുഗോപാലും മറ്റവനും മറിച്ചവനും ഒക്കെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു, വേണുഗോപാൽ കേരളത്തിൽ നിന്ന് ജയിച്ചല്ലോ, ഏത് സ്ഥലത്ത് നിന്നാണ് ജയിച്ചത്? ആ സ്ഥലത്ത് ഒരു പ്രാവശ്യം ജയിച്ചതിന് ശേഷം വന്നിട്ടുണ്ടോ? നീയൊക്കെ കവാത്തടിച്ച് വാചമടിക്കാനല്ല ഒന്നുമില്ലല്ലോ. ഇന്നിപ്പം 3-4 ട്രെയിന് പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. അത് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാ? അത് BJPക്കും പ്രധാനപ്പെട്ട ദിവസമാണ്. കേരളത്തെ കയ്യിലെടുക്കാനായിട്ട്. ഒന്നുകൊണ്ടും നിങ്ങൾ സമാധാനപ്പെടേണ്ട. ഇതുകൊണ്ടൊന്നും കേരളത്തെ നിങ്ങളുടെ കൈ കിട്ടത്തില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കൂ. നിങ്ങൾ ഇതെല്ലാം ചെയ്താലും ഇതിൻ്റെ പുറകിലെല്ലാം നരേന്ദ്രമോദിയുടെ അദാനിയുണ്ട്. അല്ലെ നരേന്ദ്രമോദി പറയട്ടെ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏത് കാര്യമാണ് അദാനി ഇല്ലാതെ ചെയ്തിട്ടുള്ളത്? എന്തു വേണേലും അദാനിക്ക്. പാവം പിടിച്ച മനുഷ്യൻ വെയിലത്തും മഴയത്തും കിടക്കുന്നു. ഗുജറാത്തിലെ കാര്യങ്ങൾ നരേന്ദ്രമോദി കാണുന്നുണ്ടോ? അവിടെ മനുഷ്യർ വഴിയോരത്തെ കച്ചടയ്ക്കകത്ത് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. നിങ്ങൾ അദാനിക്ക് ഫ്രീ ആയിട്ടെല്ലാം വിട്ടുകൊടുക്കുന്നു. ഇതാണോ മനുഷ്യത്വം? ഇതാണോ ഹിന്ദുത്വം? നിങ്ങളെ ശിവലിംഗം മറ്റേ ലിംഗം എല്ലാം ഏറ്റവും ഉയർന്ന് കെട്ടിപ്പടുക്കുന്നുണ്ട്. ഒന്നും വീണു പോകുന്നില്ല.
അതേസമയം അവിടെ വലിയൊരു ജലസംഭരണി ഉണ്ടാക്കിയിട്ട് എത്രയോ ഗ്യാലൻ വെള്ളം സംഭരിക്കാവുന്ന സംഭരണിയാണെന്ന് പറഞ്ഞ് നിർമ്മിച്ചിട്ട് 2000 ലിറ്റർ വെള്ളം അടിച്ചപ്പോൾ കയറ്റിയപ്പോഴത്തേക്ക് അത് പൊടിഞ്ഞു വീഴുന്നുള്ളതാണ്. നീയാണ് ഇന്ത്യയെ നന്മയിലേക്ക് നയിക്കും. സാധാരണക്കാരെ കാണുന്ന ഓരോരുത്തരും ഇന്ന് ഈ ഇന്ത്യയിലില്ല. സാധാരണക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പറയുന്ന ഒരുത്തുമില്ല. ഞാൻ ഇത്ര ഇപ്പോൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുകയും വരുന്നത് അനുഭവിക്കുകയും ചെയ്തോളീൻ.